പക്ഷെ നിവിൻ എവിടെയും പോയിട്ടില്ല, നിവിൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, നിവിൻ ഇനിയും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ആളുകൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മൾ സീൻ എടുത്ത് കഴിഞ്ഞില്ല. എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവിന്റെ പെർഫോമൻസ് ആണ്. Oh my God, what a question. ഇത് മലയാളിക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ആർട്ട് ഡയറക്ടർ കൊണ്ടുവന്ന ഡ്രിങ്ക് ആണോ, അത് കുടിക്കാമോ? നമസ്കാരം. ഫാമ വെബ് സീരീസിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ PR അരുൺ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മൈ പ്ലഷർ. നമ്മളിങ്ങനെ പറയും, അതായത് വി ഇന്ത്യൻസ് പാരസെറ്റമോൾ ജെംസ് ആയിട്ട് കഴിക്കും, കഫ് സിറപ്പ് കുടിക്കും ജസ്റ്റ് രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടി. അപ്പം ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഇപ്പം വാട്ട് എവർ യു മെയ്ഡ് ഫാമ വെബ് സീരീസ്, അത് വളരെ റെലവെൻറ്റ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അപ്പം എന്താണ് സോ ഫാർ കിട്ടിയ റെസ്പോൺസ് എന്താണ്? അതുപോലെ തന്നെ ലൈക്ക് പേഴ്സണലി ആരെങ്കിലും വന്നിട്ട് യെസ് ഐ ഹവ് ഗോൺ ത്രൂ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് ആളുകളുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർ കടന്നുപോയ വേദനകൾ, അവർ കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻസ്, ഡോക്ടേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, എല്ലാവർക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു സമയം കളയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സമയം കൊല്ലാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ടോ, അത് ഒരിക്കലും തെറ്റായ കാര്യമല്ല, നല്ല കാര്യമാണ്, മാത്രമായിട്ടല്ലാതെ ചില വർക്ക് ഓഫ് ആർട്ടിനെ കാണാറുണ്ട്. ഞങ്ങളും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഫാർമ എടുത്തത്. അത് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കേൾക്കേണ്ടവർ തന്നെ കേൾക്കുന്നുമുണ്ട്. വീട്ടിലെ കുഞ്ഞുങ്ങളുള്ളവർ, അമ്മമാര്, അച്ഛന്മാര്, അങ്ങനെ ഒരുപാട് സമൂഹത്തിന്റെ പല മേഖലയിലുള്ളവർ അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടവുമായിട്ട് ഇതിലെ കഥയെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആശുപത്രിയിൽ ഒരുപാട് ലോങ് സ്റ്റേറ്റ് ഹോസ്പിറ്റലുള്ളവരാവാം, ചിലർ കുഞ്ഞുങ്ങൾക്ക് അസുഖമായിട്ട് വരുന്നവരാവാം, ചിലർ അവർക്ക് വേണ്ടി മരുന്ന് കഴിച്ചിട്ടുള്ളവരാവാം. അങ്ങനെ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ മെസ്സേജസ് ആണ് ഞങ്ങൾക്ക് വീണ്ടും ഉള്ളൊരു അഫർമേഷൻ. ഞങ്ങൾ വന്ന വഴി ശരിയായി, ഇത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടെടുത്തത് കൊണ്ട് അതിന് വേർത്താണെന്നുള്ള, ആ കഷ്ടപ്പാട് വേർത്താണെന്ന് തോന്നിപ്പിക്കുന്നത് ആ ഫീഡ്ബാക്ക് തന്നെയാണ്. എന്തെങ്കിലും സ്പെസിഫിക്കലി ഓർത്ത് പറയാൻ പറ്റുന്ന ഒരു സംബഡി ഹൂസ് റെസ്പോണ്ടഡ് സെയിങ് യെസ് ഐ വെന്റ് ത്രൂ വാട്ട് യു? എവ്രി ഡേ അത് അവരുടെ ഒരു പേഴ്സണൽ എന്താ പറയുക, പ്രൈവസിയെ വയലേറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് പറയാത്താണ്. ഇപ്പം എനിക്ക് വന്ന മെസ്സേജ്, ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്നൊരു മെസ്സേജ്, ഒരുപാട് വർഷം ഞാൻ എൻ്റെ അമ്മയെ തന്നെ ഈ മരുന്നുകൾക്ക് വിട്ടുകൊടുത്തു എന്നൊരാളുടെ ഭയമായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ ശരിക്ക് ഡോക്ടേഴ്സാണ് ഇതിൻ്റെ അവസാന വാക്ക്. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കലല്ല, ചുമയുടെ മരുന്ന് വാങ്ങിക്കലല്ല, പാരസെറ്റമോൾ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കലല്ല, ഡോക്ടേഴ്സാണ് ഇതിൻ്റെ അവസാന വാക്ക്. നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കിയത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. ആധുനിക വൈദ്യശാസ്ത്രം വന്നിട്ടാണ് നമ്മുടെ ആയുർദൈർഘ്യം കൂടിയത്, കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടത്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ലാഭക്കൊതിയോടുകൂടിയുള്ള ചില കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പേടിച്ചിട്ട് പലവിധ ഓൾട്ടർനേറ്റ് മെഡിസിൻ എടുത്ത് അതിലൂടെ അസുഖം മാറ്റാം, ഇതിലൂടെ അസുഖം മാറ്റാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അല്ല, ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ്, അതാണ് അവസാന വാക്ക്. അപ്പോൾ ഇത് ഓർത്തുകൊണ്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ ഒരു ഹാർഡ് ലൈഫ്, പിന്നത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഒരു മടങ്ങുന്ന നേരത്ത് വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിന്റെ അവസ്ഥ അതാണ്. അവർ 24 മണിക്കൂറും ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ അകത്ത് റെപ്രസെൻറ്റേറ്റീവ്സ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നത്തെ ഡേവിസ് ആയിട്ട് എന്നുള്ള കഥാപാത്രം, ഇതിനകത്ത് KP വിനോദ് സെയിൽസ്മാൻ ആണ്. ഇവരാണ് ഈ സിസ്റ്റത്തിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യുന്നത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു സിസ്റ്റത്തെ അടച്ചു പറയുന്നില്ല. ഇവിടെ 90% പേരും സത്യസന്ധമായി പണിയെടുക്കുന്നവരെന്നാണ് ഇതിൻ്റെ ഡേവിസ് ആയിട്ട് എന്നുള്ള കഥാപാത്രം പറയുന്നത്. ബാക്കി 10% പേരെയാണ് വിമർശിക്കുന്നത്. അപ്പൊ ആ 10% പേർക്കെതിരെ ഈ 90% നിന്നാണ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഡേവിസ് ആയിട്ടനും KP വിനോദും ഉള്ളത്. ഒരുപാട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അതൊരു സന്തോഷമായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ അടച്ചു പറഞ്ഞില്ല, ഞങ്ങളുടെ ഇടയിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു ഇത്തരം എന്താ പറയുക തെറ്റായ പ്രാക്ടീസസിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നുള്ള സന്തോഷം റെപ്രസെൻറ്റേറ്റീവ്സും പറയുന്നുണ്ട്. അങ്ങനെ സെയിൽസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, പേഷ്യൻസ്, അങ്ങനെ 4 മേഖലയിൽ നിന്നും ആളുകളുടെ ഫീഡ്ബാക്ക് വരുന്നുണ്ട്. Very nice, very nice. So the great Martin Scorsese, he says, cinema is what's in the frame and what's not. ഇപ്പോൾ ഫാർമ പോലെ ഒരു വെബ് സീരീസിൽ എല്ലാം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെ ഈ ഒരു വാക്യത്തിന് എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിൻ്റെ അകത്തുണ്ടായിട്ടുള്ള ചില മരണങ്ങൾ, ഞങ്ങൾ ആ മരണത്തിൻ്റെ ഒരു ഷോട്ടിന് ശേഷം വേറെ ഒന്നും കാണിക്കുന്നില്ല. ആ കഥാപാത്രത്തിൻ്റെ വീട്ടുകാരുടെ ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിന് തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഡെലിവറി സീക്വൻസ് കാണിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു തുള്ളി ബ്ലഡ് കാണിക്കുന്നില്ല. ഫ്രെയിം അതിന് മുകളിലേക്കാണ് ഡെലിവറി കാണിക്കുന്നത്, കുഞ്ഞിന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഡെലിവറിയുടെ സീക്വൻസിനകത്തും ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന സംഗീതമൊന്നുമല്ല. വളരെ സോഫ്റ്റ് മെലോഡിയസ് ആയ ഒരു താരാട്ട് പോലെയാണ് ഡെലിവറി സീക്വൻസിലെ മ്യൂസിക് അബ്ജാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കാണിക്കാം, ഫ്രെയിമിന് പുറത്തുള്ളത് നമ്മുടെ ഇമാജിനേഷനിലും മൈൻഡിലേക്കും വിട്ടുകൊടുത്തുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ്. പിന്നെ ഞങ്ങളിത് എടുക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലർ ആക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടേ അല്ല.
വളരെ ചടുലമായി ഉദ്യോഗം ജനിപ്പിച്ച് ഓരോന്നിലും നെയിൽ ബൈറ്റിംഗ് എഡ്ജ് ഓഫ് ദി സീറ്റ് ആയിട്ട് ഇരിക്കാൻ ഒരു ത്രില്ലറായിട്ടേ വിചാരിച്ചിട്ടില്ല. ഓരോ കഥാപാത്രത്തിനും സമയമെടുത്ത് അവരുടെ ആർക്കിലൂടെ സഞ്ചരിക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ലൈക്ക് ദ ലെജൻഡ് സെഡ്, അദ്ദേഹത്തെ പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ ഓർക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ പറഞ്ഞില്ലേ നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള സീൻസ്. അപ്പോൾ യൂഷ്വലി വെബ് സീരീസ് ദാറ്റ് വി സീ മലയാളത്തിൽ ഇപ്പോൾ കുറച്ചുള്ള വെബ് സീരീസിൽ ഭയങ്കരമായിട്ട് അറ്റൻഷൻ ഗ്രാബേഴ്സ്, നല്ലോണം ഹുക്ക് സീൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി എപ്പിസോഡ് കാണാം. പക്ഷെ ഇതിലധികം അത് കണ്ടില്ല. അപ്പം വാസ് ദാറ്റ് എ കോൺഷ്യസ് എഫേർട്ട്? ഇറ്റ് വാസ് എ കോൺഷ്യസ് എഫേർട്ട്. കാരണം നമ്മൾ ഈ സ്ക്രിപ്റ്റിലേക്കൊക്കെ എത്തുന്നത് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ്. OTT ആയിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കണ്ടന്റ് ടീമൊക്കെ ആയിട്ട്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒരു പാലറ്റിൽ തന്നെ പല ജോണറിലുള്ള വെബ് സീരീസുകളുണ്ട്. നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ളതുണ്ട്, ത്രില്ലേഴ്സ് ഉണ്ട്, അതിഗംഭീര വെബ് സീരീസുകളുണ്ട്. നമ്മളുടെ ഈ ഒരു പാലറ്റ് വരുന്നത് വളരെ സോഷ്യൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡ്രാമ, ഒരു ഇമോഷണൽ ഡ്രാമ എന്നുള്ളതാണ്. ഈ കഥ നെയിൽ ബൈറ്റിംഗ് ആയിട്ട് ഒരു തരത്തിലും ഇതിന്റെ വിഷയത്തൊന്നും വ്യതിചലിക്കരുത് എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അത് നമ്മൾ വിഷയം തന്നെയാണ് ആളുകൾ സംസാരിക്കുന്നത്. ഈ ഫാർമ വെബ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്ന മരുന്നുകളെ കുറിച്ചാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഗ്രീഡിനെ കുറിച്ചാണ്, അവരെങ്ങനെയാണ് മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, ഡോക്ടേഴ്സ് ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ യാ, ജസ്റ്റ് എ കോൺഷ്യസ്. ഓക്കെ. അപ്പോൾ യു സെഡ് ദിസ് ബിഫോർ, വെബ് സീരീസിൽ ക്യാരക്ടേഴ്സാണ് കഥ പറയുന്നത്, അവരാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നു. ബട്ട് ഡോണ്ട് യു തിങ്ക് സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, എവറിഥിങ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്? എവറിഥിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാനത് മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, കമ്പയർ ടു സിനിമയിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊട്ടഗോണിസ്റ്റിന്റെ കൂടെ സഞ്ചരിക്കുകയും അതിന്റെ ഇൻസിഡൻസിൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ് സീരീസുകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ മനസ്സിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 വെബ് സീരീസ് ആലോചിക്കുക. ആ 5 എണ്ണത്തിനകത്തും ക്യാരക്ടേഴ്സ് അപ്പോൾ മനസ്സിൽ വരുന്നുണ്ടാവും. ഓരോന്നായിട്ടൊന്ന് ആലോചിച്ച്, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ക്യാരക്ടേഴ്സ് അല്ലേ വരുന്നത്. ആ ക്യാരക്ടേഴ്സിന്റെ ഒരു ജേണി അല്ലേ വരുന്നത്. അത് വെബ് സീരീസിന്റെ ഒരു മീഡിയത്തിന്റെ പ്രത്യേകതയാണ്. ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിംഗിൽ ഇൻസിഡൻസിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ക്യാരക്ടേഴ്സിലൂടെ സഞ്ചരിച്ചു പോവുക എന്നുള്ളതാണ് ലോങ് ഫോർമാറ്റിന്റെ പ്രത്യേകതകളിലൊന്ന്. മൾട്ടിപ്പിൾ ക്യാരക്ടർ ആർക്സ് അതിനകത്ത് ഉണ്ടാവും. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഡോക്ടർ ജാനകി, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട, KP വിനോദ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഡോക്ടർ ജാനകിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡോക്ടർ ജാനകി, ഡോക്ടർ വിജയ്, ഡോക്ടർ രാജ്യ റാവു, ഡേവിസ് സേട്ടൻ, ഇവരെല്ലാവരുടെയും തുടക്കത്തിലെ പോലെ അല്ല സീരീസ് എൻഡ് ചെയ്യുമ്പോഴത്തെ അവരുടെ ക്യാരക്ടർ. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ തന്നെ ട്രാവൽ ചെയ്ത് പോയതായിരുന്നു. മാത്രമല്ല, സത്യത്തിൽ ആ ഈ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു ഡോക്ടർ, ഒരു സെയിൽസ്മാൻ, ഒരു നേഴ്സ്, ജോലി നിർത്തിയ ഒരു സെയിൽസ്മാൻ, അങ്ങനെ വളരെ കോൺഷ്യസ് ആയിരുന്നു ആ സെലക്ഷനും ആ ക്യാരക്ടേഴ്സിനും. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിവിൻ പോളി അല്ല പ്രൊട്ടാഗണിസ്റ്റ് ആയിരുന്നെങ്കിൽ ഹൂ വുഡ് യു ഹാവ് ചോസൻ? Who would have been the replacement for Nivin Pauly? ഓ ഗോഡ്, നിവിൻ അല്ലാതെ എനിക്ക് KP വിനോദായിട്ട് ഇനി ഒരാളെ കാണാൻ പാടില്ല. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പേരെ ആലോചിച്ചിരുന്നു, സത്യമായിട്ടും ഒരുപാട് പേരെ ആലോചിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇനി KP വിനോദായിട്ട് നിവിനെ അല്ലാതെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവിന്റെ പെർഫോമൻസ് ആണ്. നിവിൻ ഈസ് ബാക്ക് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിവിൻ ഓൾവേസ് നിവിനോടെ ഉണ്ടായിരുന്നു. ഒരു കംബാക്ക് എന്നുള്ള ആ പ്രയോഗത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷെ നിവിൻ അത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചിരിയോ ബോഡി ലാംഗ്വേജോ ഒന്നുമല്ല സെക്കൻഡ് ഫേസിലുള്ള KP വിനോദിന്റെ മാനറിസംസ്. ചിരിയില്ല, ഭയങ്കര ഗൗരവമാണ്. സോ the way Nivin portrayed it so effortlessly, so easily and so beautifully, മറ്റൊരാളെ കാണാൻ ഭയങ്കര പാടാണ്. ട്രാൻസ്ഫോർമേഷൻ വളരെ വളരെ നല്ലായിരുന്നു അല്ലേ? ആ സെക്കൻഡ് ഹാഫിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നിവിൻ ഭയങ്കര അനായാസമായിട്ടാണ് അത് ചെയ്തത്. How is it working with him? Like, it's really fun. It's a very light-hearted person. Work in the situation ഭയങ്കര കൂളാക്കി മാറ്റുന്ന ഒരു മനുഷ്യനാണ്. So it's been really, really cool. അപ്പോൾ നിവിൻ പോളിയുടെ ഇപ്പം സർവമായ വന്നു, യോർ ഫാമ സീരീസ് ഇസ് കം. എന്താണ്, ഡു യു തിങ്ക് ഒരു സെക്കൻഡ് കംബാക്ക് എന്നും പറയാൻ പറ്റില്ല? യു ഡോണ്ട് ബിലീവ് ഹി ഈസ് എ കംബാക്ക് ആക്ടർ, യു തിങ്ക് ഹി ഈസ് ഓൾവേസ് ദേർ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാ? തിരിച്ചുവരവെന്ന് പറയുന്ന ആ പറച്ചിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം നിവിൻ പോളി എവിടെയും പോയിട്ടില്ല. എന്താ നമ്മൾ തിരിച്ചു വരവെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ആക്ടർ പോയി എന്നപ്പോൾ എങ്ങനെയാ പറയുന്നത്? ഒരു ഏതെങ്കിലും സിനിമ കച്ചവടപരമായിട്ട് കമേഴ്ഷ്യലി വിജയിച്ചില്ല, അതിന്റെ കളക്ഷൻ കുറഞ്ഞു എന്ന അർത്ഥത്തിലാണോ? അങ്ങനെയാണോ നമ്മളൊരു ആക്ടറിനെ വിലയിരുത്തേണ്ടത്? ഒരിക്കലും അല്ല. ഒരു ആക്ടറിനെ വിലയിരുത്തേണ്ടത് ആ ആക്ടർ ചെയ്യുന്ന ക്യാരക്ടേഴ്സും അതിന്റെ പെർഫോമൻസസ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ആഘോഷിക്കുന്ന സിനിമയാണല്ലോ തൂവാനത്തുമ്പികൾ. തൂവാനത്തുമ്പികളുടെ കൂടെ ഇറങ്ങിയ മറ്റേത് വിജയ സിനിമയും നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട്? ഓർക്കുന്നില്ല. അന്ന് വിജയിച്ച സിനിമയല്ല തൂവാനത്തുമ്പികൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ തൂവാനത്തുമ്പികളെ വിജയിച്ച സിനിമയായിട്ടോ കണക്കാക്കുന്നത്, പരാജയപ്പെട്ട സിനിമയായിട്ടാണോ കണക്കാക്കുന്നത്? അപ്പൊ നമ്മുടെ ഒരു നമ്പേഴ്സിലേക്ക് ഒരു ആക്ടറിനെ അറ്റാച്ച് ചെയ്തിട്ട് ആ ആക്ടറുടെ ഒരു 2 സിനിമ വിജയിച്ചില്ല, ഉടനെ ആ ആക്ടർ പോയി, അടുത്ത സിനിമ വരുമ്പോൾ തിരിച്ചു വരവ് എന്നൊക്കെ വിളിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടാണ്. ഇങ്ങനെ വിളിക്കുന്നവർക്ക് വിളിക്കാം, അവരുടെ കാരണങ്ങളുണ്ടാവും. ബട്ട് പേഴ്സണലി ഐ ബിലീവ് ദാറ്റ്സ് നോട്ട് ഫെയർ. നിവിൻ വളരെ വ്യത്യസ്തങ്ങളായ ക്യാരക്ടേഴ്സിനെയാണ് ഈ കാലയളവിൽ തിരഞ്ഞെടുത്തിരുന്നത്. ആ കഥാപാത്രങ്ങളാണ് നിവിൻ ചെയ്തിരുന്നത്. അതിനെ
കച്ചവട വിജയം നേടിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നിവിൻ എവിടെയും പോയിട്ടില്ല, നിവിൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, നിവിൻ ഇനിയും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിവിന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതാ സോ ഫാർ വാട്ട് ഈസ് ഡൺ? I put you on a spot. എനിക്ക് വടക്കൻ സെൽഫിയിലെ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മലർവാടിയിലെ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്. മൂത്തോനിലെ നിവിനെ മൈ ഗോഡ് ഐ ലവ്ഡ് Nivin that. 1983. 1983, right. Oh, so you like light-hearted അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്? ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. എനിക്ക് മൂത്തോനിലെ ക്യാരക്ടർ ഭയങ്കര, എനിക്ക് തുറമുഖത്തിലെ ക്യാരക്ടർ ഇഷ്ടമായിരുന്നു. Right, തുറമുഖം. I'm going to be honest with you, okay? Web series, of course, is very relevant, thought-provoking ഒക്കെയാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ അധികം ഇല്ല, ഒക്കെ കറക്റ്റ് ആണ്. But there are certain things that didn't quite strike the chord with me. Like, I'm going to be honest. ഒരു കാര്യം, see, Rajat Kapoor is a maestro. Of course, you know, we have seen Bomkesh Bakshi, അഗ്നിസാക്ഷിയുടെ ഒക്കെ. But then, അതിന്റെ മലയാളം വേർഷൻ ആണ് കണ്ടത്. The dubbing, you know, അത് അദ്ദേഹം എന്ത് ചെയ്തോ അതൊരു 2 സ്റ്റെപ്പ് പുറകിലേക്കാക്കി. അപ്പം ആസ് എ ഡയറക്ടർ യു വുഡ് ഹാവ് സീൻ ദ ഫൈനൽ വേർഷൻ, റൈറ്റ്? അപ്പോൾ ഡിഡ്ന്റ് യു ഫീൽ ലൈക്ക് യെസ് ഐ ഷുഡ് ഗോ ബാക്ക് ആൻഡ് റീഡു ഇറ്റ്? ഇത് ഡബ് ചെയ്ത ആർട്ടിസ്റ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് ഇൻ കേരള. അതിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഇറ്റ്സ് ഓൺ മീ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ഡബിങ് വർക്ക് ആയില്ല എന്ന് പറയുന്നത് കാരണം രജിത്ത് അതിൻ്റെ അകത്ത് ട്രൈ ചെയ്തിട്ടുള്ളത് 3 ഏജ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് തുടക്കത്തിലെ ഡോക്യുമെന്ററിയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ ലിപ്സിന്റെ മൂവ്മെന്റ് വളരെ പ്രത്യേകതയുള്ള രീതിയിലാണ്, വളരെ വയ്യാത്ത ഒരവസ്ഥയിലാണ്. പിന്നെ 2008, 2018 ഈ 2 കാലഘട്ടത്തിൽ 3 രീതിയിലാണ് അദ്ദേഹം ലിപ്പ് അനക്കിയിട്ടുള്ളത്. ആൻഡ് രജിത്ത് മലയാളം പഠിച്ചു വന്നിട്ടാണ് ഈ ഡയലോഗുകളൊക്കെ പറഞ്ഞത്. എല്ലാ ഡയലോഗും പഠിച്ചിട്ട് അപ്പൊ മലയാളത്തിൽ തന്നെയാണ് ലിപ്പ് അനക്കിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ബീൻ ക്വൈറ്റ് എ ജേർണി ടാസ്ക് ആക്ച്വലി അത് ഡബ് ചെയ്യാനായിട്ട്. ഞങ്ങൾ 3-4 പ്രാവശ്യമൊക്കെ ഡബ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് വാട്ട് വി കുഡ് ഡു അവർ ബെസ്റ്റ് എന്നുള്ളതാണ് എന്റെ സത്യാവസ്ഥ. ഇത് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിന് മുമ്പത്തെ അവസ്ഥയൊക്കെ എന്ത് പറയുന്നതാണ് ഞാൻ ആലോചിച്ചത്. സോ വി കുഡ് മാനേജ്, ബട്ട് വി കുഡ് മാനേജ് ഓൺലി ദിസ് മച്ച്. അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി ആ ഡബിങ് ആർട്ടിസ്റ്റിനെ അല്ല, എനിക്കാണ്. We'll try to make it better. ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ. Another thing is ഒരു ജനറലൈസേഷൻ പോലെ ചില സ്ഥലത്ത് തോന്നി. അതായത് rather than attacking എന്ന് പറയാൻ പാടില്ല, rather than focusing on a particular point. Of course you've spoken about kite show ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. But you know ഒരു somewhere it fell flat. അതായത് ഒന്ന് ജനറലൈസേഷൻ ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു കോൺഷ്യസ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? ഇത്രയും കോൺഷ്യസ് ആയിട്ട് സേഫ് സോൺ പിടിച്ചിട്ട് തന്നെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. അടച്ചു പറഞ്ഞതുപോലെ ആയോ എന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് ഏരിയ. എന്താ കാരണം എന്ന് പറയാം, നമ്മൾ ഒരു സൈഡിൽ നമുക്ക് പറയാം മെഡിസിൻസ് ഇവിടെ എക്സ്പെൻസീവ് മെഡിസിൻസ് ആണ്, നമ്മൾ ജനറിക് മെഡിസിൻസിലേക്ക് പോകണം, പ്രൈസ് കുറഞ്ഞ മെഡിസിൻസിലേക്ക് പോകണം എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ദ അതർ സൈഡ് ഈസ് ദാറ്റ് ഈ പ്രൈസ് കുറഞ്ഞ മെഡിസിൻസിൽ പലതിൻ്റെയും മാനുഫാക്ചറിങ് പ്രോസസ്സ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല ഒരുപാട് ഇല്ലീഗൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇന്ത്യയിലുണ്ട്. സോ വി ഡോണ്ട് നോ വെദർ ഓൾ ദീസ് ബ്രാൻഡ്സ് ആർ കമ്മിങ് ഫ്രം. ബട്ട് വിത്ത് സർട്ടൻ ബ്രാൻഡ്സ് ദ പ്രൈസ് ഇസ് വെരി ഹൈ ഓൾസോ. അപ്പൊ മോളിക്യൂൾ ആണ് ചികിത്സിക്കുന്ന, ബ്രാൻഡ് അല്ല എന്ന് ഡോക്ടർ രാജു റാവു പറയുന്നുണ്ട്. അതിന്റെ മറുസൈഡ് തന്നെ നമ്മൾ സീരീസിൽ തന്നെ കാണിക്കുന്നുണ്ട്, വളരെ മോശം മാനുഫാക്ചറിങ് ക്വാളിറ്റി ഉള്ള മെഡിസിൻസും മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. ഒരു സിംഗിൾ വേരിയബിൾ അല്ല ഈ ഇക്വേഷനകത്തുള്ളത്, മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ട്. നമുക്ക് ഈസിലി ഓക്കെ നിങ്ങൾ ഇനി മുതൽ ബ്രാൻഡ് നോക്കേണ്ട, മോളിക്യൂൾ നോക്കുന്ന ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. വാട്ട് അബൌട്ട് ദോസ് മോളിക്യൂൾസ്, വാട്ട് അബൌട്ട് ദോസ് സ്മോളർ ബ്രാൻഡ്സ്? അപ്പൊ ഇത് മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ സേഫ് സോൺ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 2 നമുക്ക് അമേരിക്കയിലെ പോലെ കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു വർക്ക് ഒന്നും ഇന്ത്യയിൽ പോസിബിൾ അല്ല. ഭയങ്കര പ്രയാസം തന്നെയാണ്. നമുക്ക് കമ്പനികളുടെ പേര് പറയാൻ പറ്റില്ല അവിടെ. ഇവിടുത്തെ ഒരു സിസ്റ്റവും അങ്ങനെയല്ല. ഇവിടുത്തെ ഒരു വിസിൽ ബ്ലോവർ സ്റ്റോറിയിൽ നമുക്ക് കമ്പനിയുടെ പേര് കാണാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി സേഫ് സോൺ പിടിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മളൊരു OTTക്ക് വേണ്ടി ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. 2 ഇനി മുന്നോട്ട് പോണ്ടേ? അതെ, കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ്. അനദർ മെയിൻ തിങ് നോക്കിയത്, ഹൗ ഡു ഐ പുട്ട് ഇറ്റ്, ദ വില്ലൻ ഇസ് നോട്ട് വില്ലൻ ഇനഫ് എന്ന് പറയണം. അതായത് ദിസ് ഇസ് ദ വില്ലൻ ഓഫ് ഒരു വലിയൊരു കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റ് ആണ്. ആൻഡ് സംവെയർ ആ ഒരു ഇറ്റ് കുഡ് ബി ദി ആക്ടിങ്, ഇറ്റ് കുഡ് ബി ദ ക്യാരക്ടർ സ്കെച്ച്, ഇറ്റ് കുഡ് ബി ദ റൈറ്റിംഗ്, ഇറ്റ് കുഡ് ബി എനിത്തിങ്. സംഹൗ ആ വില്ലൻ ഒരു ഫുൾ പവർ വരാത്ത പോലെ തോന്നി. ഇസ് ദാറ്റ് അഗൈൻ സംതിങ് ദാറ്റ് യു നോട്ടീസ്ഡ്? ദാറ്റ് ഈസ് എ കോൺഷ്യസ് ഡിസിഷൻ. നമ്മൾ വില്ലൻ എന്ന് പറഞ്ഞൊരാളല്ല. ഇന്നിപ്പോ നമ്മൾ ഈ ലോകത്തിലെ പ്രധാന വില്ലന്മാരൊന്ന് എടുത്തു നോക്കാം. അവരുടെ പേര് പറയുന്നില്ല, വെറുതെ മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കാം. വളരെ നല്ല മനുഷ്യന്മാർ. ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലന്മാരൊക്കെ അവർ സ്വയം വില്ലന്മാരായിട്ടല്ല വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മള് ഒരു ജനപ്രിയ ചേരുവയിൽ നമുക്ക് വില്ലൻ എന്ന് പറയുമ്പോൾ കുറച്ച് ക്രൂരമായ നോട്ടവും ഭയങ്കര പേഴ്സണാലിറ്റിയും ഒക്കെയുള്ള ആളുകളെ ഒക്കെയാണ് നമ്മൾ ഒരു വില്ലനായിട്ട് കാണുന്നത്. വളരെ ഡ്രമാറ്റിക് ആയിട്ട്. ഒട്ടും ഡ്രമാറ്റിക് അല്ലാത്ത കോട്ടും സൂട്ടും ഇട്ടവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലന്മാർ.
ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലന്മാർ കോട്ട് സൂട്ട് ഇട്ടവരാണെന്നൊരു ഡയലോഗ് തന്നെ സീരീസിനകത്തുണ്ട്. കാരണം ഇതിനകത്തൊരു ഡയലോഗിനകത്ത് ആ CEO പറയുന്നുണ്ട്, വി ജസ്റ്റ് വെന്റ് അഹെഡ് ലൈക്ക് എവരിബഡി എൽസ്. എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ വി ഡിഡ്ന്റ് ഡു എനിത്തിങ് റോങ് എന്നുള്ളത്. ഇത് തെറ്റാണെന്ന് തോന്നുമ്പോഴല്ലേ ഒരു വില്ലനായിട്ട് തോന്നുന്നത്. ഈ വേൾഡ് സിനിമയിലെ ഏറ്റവും മികച്ച ഒരു വില്ലൻ ക്യാരക്ടർ നമ്മുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിൽ ക്രിസ്റ്റോഫർ വാൾട്സ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ എങ്ങനെ ഇത്ര വലിയ വില്ലനെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, വില്ലനോ, ആ ക്യാരക്ടർ വില്ലനായിരുന്നു എന്ന് ആ ക്യാരക്ടറിന് അറിയില്ലല്ലോ എന്നുള്ളതാണ്. So Ale Kapoor as Arvind in this, he's not a villain. He's just representing the system. He's not like അല്ലാത്തൊരു വില്ലൻ ആയിരുന്നെങ്കിലത്തെ കുഴപ്പം എന്താണെന്നറിയോ, നമ്മൾ ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ കുഴപ്പങ്ങളും ആ വ്യക്തിയുടെ തലയിൽ വെച്ച് കെട്ടലാണ്. അയാളൊരു വില്ലൻ, അയാളൊരു മോശക്കാരൻ, അയാൾ ഭയങ്കര ക്രൂവൽ ഇന്റൻഷൻസോട് കൂടി ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അല്ല, അയാൾ ആ ഹോൾ സിസ്റ്റത്തിൽ ഒരു കുഞ്ഞു പാർട്ട് മാത്രമാണ്. അതൊരു ഇൻഡിവിജ്വലിലേക്ക് ആക്കുമ്പോൾ ഭയങ്കര സിംപ്ലിഫൈ ചെയ്യാ നമ്മള്. സത്യത്തിൽ അത് കഴിഞ്ഞിട്ട് നായകനും വില്ലനും കൂടെ ഒരു ഫൈറ്റും കൂടി ആയ കൂടുതലായി. ബട്ട് അങ്ങനെ ഒരു മെലോ ഡ്രാമയിലേക്കും പോണ്ടെന്ന് വെച്ചത് അങ്ങനെയല്ല ഇവിടുത്തെ കേസുകളൊന്നും സംഭവിക്കാറുള്ളത്. ഇഫ് യു ഫോളോ ദ ഗ്ലോബൽ കോൺഗ്ലോമറേറ്റ്സ്, ഇതുപോലത്തുള്ള ലോ സ്യൂട്ട്സിന് വിധേയരായ എല്ലാ CEOസും പാവം മനുഷ്യന്മാർ. അവരുടെ വിചാരം അവർ ശമ്പളം വാങ്ങിച്ച് അവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. They don't know the evil that they are creating. So that was a conscious effort on your part. ആ വില്ലനിൽ അധികം ഫോക്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. Oh, that's a nice move. So ഈ ഷൂട്ടിന്റെ ഇടയിൽ ഒരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? മേ ബി വിത്ത് നിവിൻ ഓർ വിത്ത് വീണ നന്ദകുമാർ ഓർ വിത്ത് ശ്രുതി ഓർ വിത്ത് യുവർ ഓൺ വൈഫ്? മെമ്മറബിൾ എന്നുള്ളത് ഒരുപാട് കാലം എടുത്തിട്ടാണ് എൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഇറ്റ് ടുക്ക് എ ലോങ് ടൈം. ഞാൻ ഈ ഹോട്ട്സ്റ്റാർ ഓഫീസിൽ മോൻ ജനിച്ചപ്പോൾ പോയത്, ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. സോ ഇറ്റ് ടുക്ക് എ ലോങ് ടൈം. സോ ഇൻ ഷൂട്ട് ബട്ട് ഈച്ച് ഓഫ് ദി 63 days ദാറ്റ് വി ഷൂട്ട് ചെയ്ത 63 ദിവസം എനിക്ക് എൻ്റെ മെമ്മറിയിലുണ്ട്. ഓരോ ദിവസവും ഷൂട്ട് ചെയ്ത ലൊക്കേഷനും വെന്യൂ ഓർമ്മ. ഇറ്റ് വാസ് റിയലി ഫൺ ബിക്കോസ് എ ടീം സ്റ്റുഡ് സോ സ്ട്രോങ് വിത്ത് മീ. എൻ്റെ പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ, കൃഷ്ണേട്ടൻ, ആൻഡ് മൈ ഡയറക്ഷൻ ടീം, ആൻഡ് ജിയോ ഹോട്ട്സ്റ്റാർ കണ്ടന്റ് ടീം, മൈ ടെക്നീഷ്യൻസ്, എല്ലാവരും ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. സോ ഐ വുഡ് സേ all 63 days were eventful, happy, tense, stressed, sad, anxious, elated, excited, all together. ഇതെല്ലാം കൂടെ ഉള്ളൊരു സമ്മിശ്ര വികാരമായിരുന്നു ഈ 61 ദിവസം. ഒരു മെമ്മറി ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇല്ല. തൃശ്ശൂർ ഞങ്ങള് നരേനെ റോഡിലേക്ക് ഇറക്കി വിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലൂടെ നിവിൻ പോളി നടന്നു പോയിട്ടുണ്ട്. തൃശ്ശൂർ റൗണ്ടിലൂടെ നിവിൻ പോളി നടത്തി ഞങ്ങൾ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയ അനുഭവമായിരുന്നു. ആളുകൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മൾ സീൻ എടുത്ത് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. യു സീം ലൈക്ക് എ വെരി എനർജറ്റിക്, ഇൻഫെക്ഷ്യസ് എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തോന്നുന്നു ഇപ്പം ഇത്ര നേരത്തെ കോൺവെർസേഷനിൽ തന്നെ. അപ്പോൾ എങ്ങനെ സെറ്റിലും ഇങ്ങനെയാണോ? ഡു യു ഹാവ് എ ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് എവറിബഡി ഓർ ഡു ഡീൽ വിത്ത് ഈച്ച് ക്യാരക്ടർ? എങ്ങനെയായിരുന്നു ഓരോ ക്യാരക്ടറായിട്ട്? ഇപ്പം ബിനു പപ്പ ഉണ്ടായിരുന്നു, ഓരോ ക്യാരക്ടറായിട്ട് എങ്ങനെയാണ്? ഹൗ ഡിഡ് എല്ലാവരുമായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സെറ്റിൽ ഏറ്റവും അധികം ആവേണ്ടതും നമ്മുടെ എനർജിയും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ആക്ടേഴ്സിന് കൊടുത്ത് ആക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ്, മേക്ക് ദം കംഫർട്ടബിൾ എന്നുള്ളതാണ്. സോ യാ, ഇറ്റ് വാസ് റിയലി ഫൺ വർക്കിംഗ് വിത്ത് ബിനു, ശ്രുതി, വീണ, എല്ലാവരുമായിട്ട്. പിന്നെ ഇൻഫെക്ഷ്യസ് എനർജി പൊതുവെ എങ്ങനെയാണ്, ഇതാണ് ക്ഷീണിച്ചുള്ള എനർജി. So the tainted talcum powder and the cancer scare, let's not take any names. If you had to shoot that, പേര് പറയാം കേട്ടോ, ധൈര്യത്തിൽ പേരൊക്കെ പറയാം, ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെ, let's play in the safe zone then. അപ്പോൾ ആ ടേൻറ്റഡ് ടാൽക്കം പൗഡറിൻ്റെ ഒരു വെബ് സീരീസോ മൂവിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വുഡ് യുവർ സ്ട്രാറ്റജി ബി? ഹൗ വുഡ് യു അപ്രോച്ച് ഇറ്റ്? ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഫാർമ വെബ് സീരീസ് ഗ്രീഡി ആയിട്ടുള്ള കോർപ്പറേറ്റ്സ് വിൽ ഡു മിസ്റ്റേക്സ് ലൈക്ക് ദിസ്. ദേ ഹാവ് ഡൺ മിസ്റ്റേക്സ് ലൈക്ക് ദിസ് എന്നുള്ളതാണ്. അതിനകത്ത് എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. ദ റീസൺ വൈ നമ്മൾ ഒരു പർട്ടിക്കുലർ വില്ലനെ ഗ്ലോറിഫൈ ചെയ്യാത്തത്, ഒരു കമ്പനി ഗ്ലോറിഫൈ ചെയ്യാത്തത്, ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. യു ജസ്റ്റ് ഗൂഗിൾ ആൻഡ് യു ക്യാൻ സീ all major companies, so many major companies has got so many scams cases against them in US, in India, across the world. So it's not something new. So ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിക്കെതിരെ നീങ്ങുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ സിസ്റ്റത്തെ കുറിച്ചൊന്ന് മിണ്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പോലീസുകാർക്കെതിരെ എത്ര സിനിമകൾ വരും, പൊളിറ്റീഷ്യൻസിനെതിരെ എത്ര സിനിമകൾ വരും. ഇവർക്ക് നമുക്ക് ആരും മിണ്ടുന്നില്ല. അങ്ങനെ അസ്പർശ്യരൊന്നും അല്ല ഇവർ മിണ്ടാം, വിമർശിക്കാം എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫാർമ തുടങ്ങുന്നത്. പിന്നെ
ഞങ്ങൾ ഇനിയും ചിലപ്പോൾ സീസണുകൾ ഉണ്ടായേക്കാം, സീസൺ 2 കഥകൾ വരുന്നുണ്ടല്ലോ, റൈറ്റ്? വരുന്നുണ്ടാവും. ബേസിക്കലി അപ്പം ഈ യു സി എ ലോട്ട് ഓഫ് സ്കാംസ് ഹാപ്പനിങ്. അപ്പം അതായത് ഇപ്പോൾ ഫൈനൽസിൽ യു വെർ ഇൻ ടു സ്പോർട്സ് ഇൻഡസ്ട്രിയിലെ കറപ്ഷൻ, ഇതിൽ ഒബ്വിയസ്ലി ഫാർമസ്യൂട്ടിക്കൽ. നെക്സ്റ്റ് ഐ ഹേർഡ് ദറ്റ് യു ഡൂയിങ് സംതിങ് റിലേറ്റഡ് ടു ഫാഷൻ. Yeah. അപ്പം ഡു യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ ക്രൂസൈഡർ ഓഫ് ജസ്റ്റിസ്? ഇതിലൊക്കെ Oh my നമ്മൾ God, ഒരിക്കലും ഇല്ല. നമ്മളെ കൊണ്ട് സൂര്യനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാന്ന് കൺഫ്യൂഷ്യസിന്റെ ഒരു വാക്കുണ്ട്. വെരി നൈസ്. So I'm not an activist, I'm not a revolutionary, but the job that I do in writing, I'm trying my part. I'm trying my best. എൻ്റെ ഒരു ഭാഗം ചെയ്യാനായിട്ട്. അടുത്തൊരു ബ്യൂട്ടി പേജന്റ് ഷോ, ഫാഷൻ ഷോ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബ് സീരീസ് ആണ്, വിച്ച് വിൽ ബി റിലീസിങ് 4 or 5 months ഹോപ്പ്ഫുള്ളി. എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയി, വളരെ കളർഫുള്ളായ, ഫാഷനബിളായ ഒരു ടൈപ്പ് ഓഫ് വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് കൂടെ ആയിരിക്കും. ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാരണം ഇതുവരെ ഞാൻ ചെയ്തതുപോലെയല്ല, അബ്സല്യൂട്ട്ലി കളർഫുൾ ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷെ അത് ഇതുപോലെ ഒരു സോഷ്യൽ കമന്ററി എന്ന് പറയാം. അൺഫെയർ എന്നാണ് എൻ്റെ പേര്. അൺഫെയർ ഡീൽസ് വിത്ത് ദ ഫെയർനെസ് ഒബ്സഷൻ ഓഫ് അവർ കൺട്രി ആസ് വെൽ. ഓക്കെ. അൺഫെയർ സ്കിൻ കളർ. നൈസ് നൈസ്. സോ ഫാർമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടല്ലേ ഷൂട്ട് ചെയ്ത് അൺഫെയർ? അപ്പം വാട്ട് ഡിഡ് യു ഇംപ്രൂവ് ആസ് എ പേഴ്സൺ, ആസ് എ ഡയറക്ടർ, ആ നെക്സ്റ്റ് മൂവിയിലേക്ക്, നെക്സ്റ്റ് വെബ് സീരീസിലേക്ക് പോയപ്പോൾ? ഫാർമ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് മോർ ആൻഡ് മോർ റെസ്പോൺസിബിൾ ടുവേർഡ്സ് സ്റ്റോറി ടെല്ലിംഗ്. ഞാനൊരു സോഷ്യൽ കമൻട്രിയിൽ കൂടുതലായി സിനിമ എന്നുള്ള ആർട്ട് ഫോം പഠിച്ചുകൊണ്ടിരിക്കുന്നു, മേക്കിംഗ് ഓഫ് ഇറ്റ്, ദ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഓഫ് ഇറ്റ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദ നെക്സ്റ്റ് വൺ മച്ച് ബെറ്റർ ദാൻ മൈ പ്രീവിയസ് വൺ. അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ് കൂടെ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. സോ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് എഡിറ്റ് റൂമിൽ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. നമുക്ക് കുറച്ചുകൂടെ ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എല്ലാം തോന്നാറുണ്ട്. അത്തരം തോന്നലുള്ള കുറവുള്ളൊരു വർക്കാണ് ഇനി വരാൻ പോകുന്നതൊക്കെ. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ പഠിക്കണം, അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന ആഗ്രഹമുണ്ട്. സോ ആസ് എ പേഴ്സൺ ഞാൻ കൂടുതൽ ക്ഷമ പഠിക്കുന്നു. പിന്നെന്താ പറയുക, അതായിരിക്കും ക്ഷമ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർക്ക് കഴിയുമ്പോൾ. ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ ശരിക്കും ഒരു ഡയറക്ടറിന് ഈ ഇൻഡസ്ട്രിയിൽ, ഈ കറണ്ട് കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ? എല്ലാ കാലഘട്ടത്തിലും ഏത് ഡയറക്ടറിന് ഏത് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പാട് തന്നെയാണ്. അത് ഇപ്പം ഈ പറഞ്ഞ മാർട്ടിൻ സ്കോർസെസിയും കഴിഞ്ഞ യു ക്യാൻ റീഡ് അബൌട്ട് ഹിസ് സ്ട്രഗിൾ ടു റിലീസ് ദിസ് സിനിമ വിത്ത് നെറ്റ്ഫ്ലിക്സ് ആൻഡ് സോ മെനി തിങ്സ്. എല്ലാ സംവിധായകരും അവരുടെ വിഷന്റെ ഹൊറൈസൺ വലുതാക്കാൻ നോക്കുമ്പോൾ അത് നാട്ടു നടപ്പിൽ നിന്ന് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ സർവ്വലോക സംവിധായകരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ സംവിധായകർക്കും അവരുടേതായ സ്ട്രഗിളുകളുണ്ട്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത പല സംവിധായകരും എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഒരു അസ്പയറിംഗ് ഡയറക്ടറിന് വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ്? പെർസിവറൻസ്, പിടിച്ചു നിൽക്കുക, വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നടക്കും. യു ആർ എൻ എക്സാമ്പിൾ അല്ലേ? I won't say example, but I am an example of the other aspect of it, perseverance aspect of it. ഒരുപാട് വർഷം ഞാൻ കൊണ്ടുനടന്നൊരു കഥയാണ് ഫൈനൽസ്. ഞാൻ ഫൈനൽസ് ഒരു 38 സംവിധായകരെ കഥ കേൾപ്പിച്ചിട്ടുണ്ട്. 38 പേരും പറഞ്ഞത് ഒരിക്കലും സിനിമയാവില്ല എന്നാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും സിനിമയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്ടർ ആയത് തന്നെ. ഫാർമയും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ഇറക്കണോ, ഇങ്ങനെ ഇറങ്ങാൻ, ഇതിന്റെ ബജറ്റിനെ പറ്റി, ഇതിന്റെ സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടി കുറെ കാലം ശ്രമിച്ചിരുന്നു. ഒരുപാട് വർഷം നടന്നിരുന്നു. സോ അത് ഇതിന്റെ ഒരു ഭാഗമാണ് കുറെ വർഷത്തെ അധ്വാനം എന്നുള്ളത്. അത് മനസ്സിലാക്കി നമ്മൾ വീണ്ടും ശ്രമിക്കുക. Okay. Terrence Mann, Broadway actor, I'm sure you know. So he said, movies make you famous, television makes you rich, and theatre makes you good. അപ്പോൾ യു ആർ ഓൾസോ എ തിയേറ്റർ ആർട്ടിസ്റ്റ്. അപ്പം എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ദറ്റ് യു സീ ഈ 3 വെർട്ടിക്കൽസിലും? എന്തൊക്കെയാണ് ഡിഫറൻസ്? ഒന്ന്, ഞാൻ ഒരു നാടകപ്രവർത്തകനാണ്. എൻ്റെ ജീവാത്മാവ് നാടകമാണ്. നാടിനകം നാടകം എന്ന് പറയും. നാടകം വളരെ പൊളിറ്റിക്കൽ സ്പേസ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഓക്കെ. ഒരു എന്റർടൈൻമെന്റ് സ്പേസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആണ് കേരളത്തിൽ. എല്ലാ കാലവും അങ്ങനെ ആയിരുന്നു. നമ്മൾ പൊളിറ്റിക്കൽ പ്ലേയിലൂടെ ഒരു ഭരണകൂടത്തെ തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ. തിയേറ്റർ വളരെ ഓണസ്റ്റായി അപ്പം തന്നെ ഫീഡ്ബാക്ക് അറിയുന്ന ഒന്നാണ്. നാടകത്തിന്റെ ഒരു വസന്തകാലം കേരളത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 1.5 മാസത്തിലൂടെ 5-6 പ്രൊഡക്ഷൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ആൾക്കാരുണ്ട്, എല്ലാ ഷോയും ഹൗസ്ഫുൾ ആണ്. ഇപ്പോൾ കൂഹു എന്നുള്ള അരുൾനാലിന്റെ നാടകം, ബൈ ബൈ പേപ്പേഴ്സ്, റോഷന്റെ, ഇതൊക്കെ അതിഗംഭീര പ്രൊഡക്ഷൻസ് ആണ്. ഇതിനെല്ലാം ജനം എരച്ച് കയറുകയാണ്.
1 ഷോ 2 ഷോ 5 ഷോ 10 ഷോ കഴിഞ്ഞിട്ട് ജനം കാണുകയാണ്. ഞാൻ കരുതുന്നത് ഡിജിറ്റലി ഇൻടോക്സിക്കേറ്റഡ് ആയ ഒരു ജനം വളരെ ലൈവായ ഒരു ഇമോഷൻ കാണാൻ വേണ്ടി ഇനിയും കൂടുതൽ പ്ലേസ് കാണാൻ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നാടകവും സിനിമയും തമ്മിൽ ചില സാമ്യങ്ങൾ ഉണ്ടെങ്കിൽ, രണ്ടിനും തിരക്കഥയുണ്ട്, അഭിനേതാക്കളുണ്ട്, സംവിധായകനുണ്ടെങ്കിൽ രണ്ട് മീഡിയമാണ്. രണ്ടിന്റെ ലാംഗ്വേജ് വേറെയാണ്, രണ്ട് സംസാരിക്കുന്ന രീതി വേറെയാണ്. സോ രണ്ട് മീഡിയം തന്നെയാണ്. രണ്ടും വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക്. രണ്ടിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടെലിവിഷനിലോ അല്ല സിനിമയിലോ? സിനിമയിൽ. ടെലിവിഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വെബ് സീരീസ് ചെയ്തതിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ടൈം ഒരു സ്റ്റോറി പറഞ്ഞെടുക്കാനായിട്ട് നമുക്ക് കൂടുതൽ സമയമുണ്ട്. ആളുകൾക്ക് എത്രയും പെട്ടെന്ന് കഥ കേൾക്കണം, സംഭവിക്കണം, ഇത് കേൾക്കണം എന്നുള്ളതാണ്. ബട്ട് വി ഹാവ് ടൈം. ഞാൻ സമയമെടുത്ത് തന്നെ ഒരു യൂണിവേഴ്സ് ഓപ്പൺ ചെയ്യാമെന്ന് തന്നെയാണ് ഫാർമ വിചാരിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ സമയമെടുത്ത് പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഇനി ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. Develop many characters. Oh, nice. So, are you already writing that? Yeah. Oh, very nice. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ മറ്റേ പ്രൊമോഷൻസും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി വേറെ പ്രോജക്റ്റ് കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത സിനിമയുടെ വർക്കുകൾ നടക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പ്ലേ ചെയ്യുന്നു. നവംബറിൽ സ്റ്റേജ് ചെയ്തിരുന്നു. ആൻഡ് ജനുവരി ഐ എം അഗെയിൻ സ്റ്റേജിങ് ഇൻ കൊച്ചി, ബാംഗ്ലൂർ, കാലിക്കറ്റ് ആൻഡ് ഓൾ. സോ അതിൻ്റെ റിഹേഴ്സൽസ് ഇപ്പോൾ തുടങ്ങും. Oh, nice. അത് ഫിഫ്ത്ത് എസ്റ്റേറ്റ് അല്ലേ? Can you tell us more about it? നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? എന്താണ് പ്ലേസ്? What is it based on? Please to follow me in my Instagram page. അവിടെ നമ്മൾ സ്റ്റോറീസ് ഇടും. എൻ്റെ ടീമിന്റെ പേര് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നാണ്. നമ്മുടെ ഡെമോക്രസിക്ക് പൊതുവെ 3 പില്ലർ ഉണ്ടെന്ന് പറയുമല്ലോ, 3 എസ്റ്റേറ്റ്, ആൻഡ് മീഡിയ ബീങ് ദ 4th എസ്റ്റേറ്റ്. വി ബിലീവ് ആർട്ട് ഈസ് എ 5th എസ്റ്റേറ്റ് ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഹാൻഡ് ഓഫ് ഗോഡ് എന്നൊരു പ്ലേ ആണ്. ജിയോ ബേബിയാണ് അതിൻ്റെ അകത്ത് ഒരു ലീഡ് റോൾ ചെയ്യുന്നത്. അനഘ, ശരണ്യ, സിദ്ധാർത്ഥ, അങ്ങനെ ഒരു ടീം ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. സോ ഡേറ്റ് പറയാം. Alright. A lot of mainstream actors are also doing this. സിനിമയിലുള്ളവർ, നാടകത്തിലുള്ളവർ, അവരെല്ലാം മുഴുവൻ സമയം നാടക പ്രവർത്തകരായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. ജിയോ ആയാലും അനഘ ആയാലും ഒക്കെ. Your top 5 favorite web series globally? സോ ടോപ്പ് 5 വെബ് സീരീസ് ഭയങ്കര പാടാണ് അങ്ങനെ ചോദിച്ചാൽ. ബട്ട് ബ്രേക്കിംഗ് ബാഡ് ആൻഡ് ബെറ്റർ കോൾ സോൾ മൈ ഓൾ ടൈം ഫേവറേറ്റ് ആ യൂണിവേഴ്സ്. പിന്നെ വെസ്റ്റ് വേൾഡ്, പിന്നെ മിസ്റ്റർ റോബോട്ട്, പിന്നെ സെവറൻസ്, ആപ്പിൾ ടിവിയിലെ സെവറൻസ്, പിന്നെ ഗെയിം ഓഫ് ത്രോൺസ്. അഞ്ചെണ്ണമായി. അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു വെബ് സീരീസ് ഉണ്ടാക്കുമ്പം. But have you played enough importance to background music in background score? Actually, we are talking about a lot of other people also involved. ഞാൻ വളരെ ഇതായിട്ട് ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും മിണ്ടരുത് കേട്ടോ. ഗെയിം ഓഫ് ത്രോൺസിന്റെ 1 മിനിറ്റിന്റെ ബജറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹോൾ വെബ് സീരീസിന്റെ ബജറ്റ്. ഈവൻ വെൻ യു കമ്പയർ മലയാളം വെബ് സീരീസ് വിത്ത് നാഷണൽ വെബ് സീരീസ്, അവിടെ മൊത്തം ഒരു എപ്പിസോഡിന്റെ ബജറ്റ് ആയിരിക്കും നമ്മുടെ മൊത്തം വെബ് സീരീസ് ഉണ്ടാവുക. ബട്ട് വിത്ത് ദാറ്റ് ബജറ്റ് അതർ വെബ് സീരീസ് അവരൊക്കെ ചെയ്തിട്ടുള്ള ബ്രില്യൻ വർക്കാണ് മലയാളത്തിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. But I believe Amchak did a really good job with the background score. ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ട എന്നുള്ള ഒരു കോൺഷ്യസ് ആയ എഫേർട്ട് തന്നെയാണ്. എല്ലായിടത്തും എനിക്ക് അവിടുത്തെ ഒരു ഡ്രാമയും മ്യൂസിക്കൽ എലിവേറ്റ് ചെയ്തിട്ട് ഈ സീൻ അങ്ങോട്ട് പൊലിപ്പിക്കുക എന്നുള്ള ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള whatever objection, whatever I asked him to do. So whatever he didn't do, that I asked him not to do. It's absolutely on me. Right. ഒരു ബ്യൂട്ടിഫുൾ സീൻ ഉണ്ട്. കൈറ്റ് ഷോർ കഴിച്ചിട്ട് ഇനിയിപ്പം CEO says okay ഇനി നെക്സ്റ്റ് വരട്ടെ, ഇനിയിപ്പോൾ ഡയബറ്റിസ് വരട്ടെ, അത് ക്യൂർ ചെയ്യാം, ഇനി അത് ദാറ്റ്സ് ലൈക്ക് എ വെരി ഇറ്റ്സ് ലൈക്ക് യു സെറ്റ് സൈക്കിൾ ഓഫ് ലൈഫിൽ പോലെ വരുന്നതാണ്. അപ്പോൾ വെൻ യു ഷോട്ട് ദാറ്റ് ഡിഡ് യു ഹാവ് സംതിങ് പെർട്ടിക്കുലർ ഇൻ മൈൻഡ്? ലൈക്ക് definitely hundreds of pharma cases, and I still remember one company who sold millions of one particular tablet in US. They knew that this tablet will cause further problems. അറിഞ്ഞുകൊണ്ടാണ് അവർ വിറ്റത്. അറിഞ്ഞുകൊണ്ട് അങ്ങനെ R&D വാർണിംഗ്സ് ഉണ്ടായിട്ട് വിറ്റ ഒരുപാട് കേസസ് ഈ ലോകത്തുണ്ട്. അവരത് ഹൈഡ് ചെയ്തുകൊണ്ട് ഫാക്ട്സ് ആൻഡ് ബിഗ് കമ്പനീസ്, ബിഗ് നെയിംസ്. സോ അറിഞ്ഞുകൊണ്ട് കോൺഷ്യസ്ലി എഴുതിയ ഡയലോഗാണ്. ആദ്യം എഴുതിയ ഡയലോഗുകളിൽ ഒന്നാണത്. എങ്ങനെയാ അപ്പോൾ ഈ ഡയലോഗ് റൈറ്റിംഗ് പ്രോസസ് എങ്ങനെ? ഫസ്റ്റ് യു റൈറ്റ് ദ സ്ക്രിപ്റ്റ്, യു ഗെറ്റ് ദി ഐഡിയ, പിന്നെ ഡയലോഗ് സെഷൻസ് വേറെയാണോ? ഡയലോഗ് സെഷൻസ് വേറെ ആയിട്ടും എഴുതും. ബട്ട് ദ കീ ഡയലോഗ്സ് വിൽ ഓട്ടോമാറ്റിക്കലി കം. നമ്മൾ സീൻ എഴുതുമ്പോൾ തന്നെ ഈ ഡയലോഗ് അങ്ങനെ വന്ന ഓർമ്മ എനിക്കുണ്ട്. ഈ ഡയലോഗ് ആദ്യം ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല, മോൻ വന്ന് ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല, എല്ലാം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ ഓവർകം ചെയ്യാ? പറഞ്ഞു തരൂ. എഴുതിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലായി. ഇത് മോനൊക്കെ ജനിക്കുന്ന സമയത്ത് അതിന് മുമ്പ് എഴുതിയതാണ്. ബട്ട്
ജസ്റ്റ് ലൈക്ക് എനി റൈറ്റർ ഇൻ ദ വേൾഡ്, എനി ഡയറക്ടർ ഇൻ ദ വേൾഡ്, എല്ലാവിധ സ്ട്രെസ്സിന്റെയും ബഹളത്തിന്റെയും ഇടയിൽ നോക്കി ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു ഭയങ്കര റൈറ്റിംഗ് സ്പേസ് ഒക്കെ വന്ന് അതിനായിട്ടൊരു സമയവും കാലവും ഒക്കെ ഒത്തു വന്നിട്ട് എഴുതാൻ, അങ്ങനെ കാത്തിരുന്ന് ഒരിക്കലും എഴുത്ത് നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഒരു 5 മിനിറ്റ് കിട്ടി എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതാം. Really? On the moment ചെയ്യാൻ പറ്റുമോ? Very nice, very nice. അതാണ് one of the things you've learned അല്ലേ, improvisation journey. ഈ സ്ഥലവും സൗകര്യമൊക്കെ കാത്തു വെക്കുന്ന ഒരു ഭയങ്കര ലക്ഷറിയെ ഞാൻ തിരിച്ചറിഞ്ഞു. റൈറ്റ്. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായില്ല, ലൈക്ക് യു സെറ്റ് നിവിൻ പോളിയുടെ ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ ബിനു പപ്പു ഒരു സീൻ ഉണ്ടല്ലേ കഴിയുമ്പം ആ ഓട്ടോ ഡ്രൈവറിന്റെ മുഖം ഓർമ്മ വരുന്നു പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ട്. അപ്പം എങ്ങനെയാണ്, ഡിഡ് യു ടെൽ ദം ലൈക്ക് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? വി ഹാഡ് ക്യാരക്ടർ സ്കെച്ചസ്, ഓരോ ക്യാരക്ടറിന്റെ ആർക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ സെപ്പറേറ്റ് നമ്മൾ എഴുതി. ആക്ച്വലി ഞങ്ങളുടെ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വി ഹാഡ് ആൻ ഓപ്പണിംഗ് ഡേ പാർട്ടി ബിഫോർ ദ ഷൂട്ട്, എല്ലാവരും മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതിൻ്റെ പാർട്ടി ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ബുക്ക്ലെറ്റ് ഓരോ ക്യാരക്ടറിൻ്റെയും ഓരോ ആക്ടർക്കും കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എങ്ങനെയാണ്, ക്യാരക്ടറിന്റെ ബിഹേവിയർ എന്തൊക്കെ, ലൈക്സ് എന്താ, ഡിസ്ലൈക്സ് എന്താ, ക്യാരക്ടറിന്റെ ആർക്ക് എന്താണ്. സോ ആ ക്യാരക്ടർ റിയൽ ലൈഫായിട്ട് എങ്ങനെയാന്നുള്ളത് അവർക്ക് ആ ബുക്ക് വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ഇവരെല്ലാവരും വളരെ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണ്. എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും ഇതെങ്ങനെയാണ്, ഈ ക്യാരക്ടറിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ, അനിഷ്ടങ്ങൾ എന്തൊക്കെയാ, എല്ലാം നമ്മുടെ അടുത്ത് ചോദിക്കും. സോ അതെല്ലാം കേട്ട് നമ്മളൊരു പ്രിപ്പറേഷനിൽ ഷൂട്ടിനൊക്കെ എത്രയോ മുമ്പേ അതെല്ലാം എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിവിന്റെ ക്യാരക്ടർ ഈ സമയത്ത് ചിരി കൂടുതലാണ്, 2018 ആകുമ്പോൾ ചിരി കുറവാണ്. അതിന്റെ നോട്ടങ്ങൾ, ഗ്ലാസ്സിലൂടെ നോക്കുന്ന രീതി, എല്ലാത്തിലും മാറ്റമുണ്ട്. സോ അതെല്ലാം നേരത്തെ ഡിസ്കസ് ചെയ്ത് നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പൊ ഈ ഫാഷൻ വെബ് സീരീസ് അല്ലാതെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഒരു മൂവി അതിന്റെ എഴുത്ത് അതിന്റെ ഏർലി പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജസ് ആണ്, ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് ആണ്. സോ ടു ഏർലി ടു അനൗൺസ് ദോ. ഓക്കെ. സോ ഹോപ്പ്ഫുള്ളി എന്താണ് ജോണർ, എന്തായിരിക്കും ജോണർ? ഇതുപോലെ ടോട്ടൽ എന്റർടൈനർ ആയിരിക്കും. ഇത് സോഷ്യൽ ഡ്രാമ അല്ല, ടോട്ടൽ എന്റർടൈനർ. Is that something you prefer? എന്താണ് ശരിക്കും, what is the ആർട്ടിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ്, ആർട്ട് ഷുഡ് either comfort the disturbed or disturb the comfort. ഇപ്പൊ ഫാർമയാണെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന, കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നവരൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന വർക്കാണ്. അടുത്തതും അങ്ങനെയാണ്. ബട്ട് ഐ വാണ്ട് ടു ഡു ആൻ എന്റർടൈനർ ദാറ്റ് കംഫർട്ട്സ് ദ ഡിസ്റ്റർബ്ഡ്. സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് തിയേറ്ററിൽ വരുന്ന ആളെ ഒന്ന് കാമാക്കി ഹാപ്പി ആക്കി എന്റർടൈൻഡ് ആക്കുന്ന ഒരു സിനിമ. Okay. All right. അത് this year 2026? Hopefully. Great. എല്ലാ ഡയറക്ടറും മലയാളത്തിലേക്ക് വരുമ്പോൾ they want to work with superstars as well, right? അപ്പം what do you think? Do you want to work with them and do you see yourself working with them? എങ്ങനെയാണ്? Oh my God, what a question. ഇത് മലയാളിക്ക് ആഗ്രഹം ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടാവാനായി കാത്തിരിക്കും. വേഗം തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും സംസാരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് സം ടൈം വിത്ത് us. All the best. Pharmac ഇനിയും റിവ്യൂസ് വരട്ടെ. All the best for your Unfair project as well. Thank you. Thank you. Thank you so much.